റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. യുവതിയുടെ ഫോൺ രേഖ ചോർത്തിയ കേസിൽ ഡിവൈഎസ്പി കെ സുദർശനയെ സംരക്ഷിച്ച് സർക്കാർ. കുടുംബ പ്രശ്നത്തിൽ പരാതി കൊടുത്ത യുവതിയുടെ ഫോൺ രേഖകളാണ് എതിർകക്ഷിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ സുദർശൻ ചോർത്തിയത്. എന്നാൽ സർക്കാർ നടപടി എടുക്കാതെ ഡിവൈഎസ്പി സുദർശനെ സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം. കുടുംബ പ്രശ്നം തീർക്കാനുള്ള സതുദ്ദേശപരമായ നടപടി എന്ന് പറഞ്ഞ് കെ സുദർശൻ കൊടുത്ത വിചിത്രമായ ദയാഹർജി സർക്കാർ അതുപോലെ അംഗീകരിച്ച് എല്ലാ നടപടിയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. നിർണായക ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ TV പ്രസാദ്, എത്രമാത്രം ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് ഈ സുദർശൻ ചെയ്തത്? ചട്ടലംഘനമാണ്. ഒരാളുടെ ഫോൺ രേഖ ഉത്തരവാദിത്വപ്പെട്ട ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, നിർദ്ദേശങ്ങളില്ലാതെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചോർത്തുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു ദയാഹർജി വഴി തീർപ്പാക്കാൻ കഴിയുക? TV പ്രസാദ്. അരുൺ, ഇത് ചട്ടലംഘനമല്ല. ഡിവൈഎസ്പി കെ സുദർശൻ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതും ഗുരുതരമായ ക്രിമിനൽ കുറ്റം. കേസിൽ ഉൾപ്പെടാത്ത ഒരാളുടെ ഫോൺ വിവരങ്ങൾ ചോർത്തുക, അവർ ആർക്കെതിരെയാണോ മറ്റൊരു ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അവർക്ക് ആ വിവരങ്ങൾ കൈമാറുക, ആ വിവരങ്ങൾ കിട്ടിയ ആൾ അവരുടെ, അതായത് യുവതിയുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടെ പഠിപ്പിക്കുന്ന ആളുകൾക്കുമെല്ലാം ഇത് വിതരണം ചെയ്യുക. അവരുടെ ടീച്ചറാണ്, മലപ്പുറം ജില്ലയിലാണ്. കൂടുതൽ വിശദാംശത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. 2021 സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത് അരുൺ. അതായത് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിൽ ഒരു കൂട്ട ബലാത്സംഗ കേസുണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്ന കെ സുദർശൻ. കോഴിക്കോട് നോർത്ത് ACP ആയിരുന്നു. നമുക്കറിയാം അരുൺ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് ഒരുപാട് അധികാരങ്ങളുള്ള ഒരു പദവിയാണ്. ആ പദവിയാണ് ദുരുപയോഗം ചെയ്ത് ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി, അതായത് ചേവായൂർ കൂട്ട ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട പ്രതിയുടേതാണ് എന്ന പേരിൽ സൈബർ സെല്ലിലേക്ക് ഒരു അപേക്ഷ എത്തുന്നത്. അരുൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരുപാട് അധികാരങ്ങളുണ്ട്. സ്വാഭാവികമായി ഒരു അന്വേഷണം തുടങ്ങിയാൽ ആദ്യം എടുക്കുന്ന നടപടിയാണ് CDR, കോൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട്. അതായത് ഒരു ഫോണിൻ്റെ ഫോൺ വിളി വിശദാംശങ്ങൾ അതെടുക്കണമെങ്കിലുള്ള നടപടി DYSP എന്ത് ചെയ്യണം? നേരെ SP-ക്കാണ് കൊടുക്കേണ്ടത് അപേക്ഷ. കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അത് സൈബർ സെല്ലിന് കൈമാറുന്നു. സൈബർ സെല്ലാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് തിരിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് ആ കേസുമായി ബന്ധമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഒരു യുവതിയുടെ നമ്പർ കൂടി വരുന്നത്. അരുൺ, അതിലേക്ക് വരുന്നത് ഈ യുവതി, അതായത് ഈ ടീച്ചറായ യുവതി മലപ്പുറം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ഭർത്താവിനെതിരെ പരാതി കൊടുക്കുന്നു. അത് കുടുംബത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട, ഒരു പീഡനവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ പരാതിയിൽ ആർക്കെതിരെയാണോ അവർ പരാതി പറഞ്ഞത്, അതായത് ഇവരുടെ ഭർത്താവിനെതിരെയായിരുന്നു പരാതി. ഈ ഭർത്താവ് ഒരു ഇടനിലക്കാരൻ വഴി DYSP കെ സുദർശന്റെ അടുത്തെത്തുന്നു. അതായത് ആ സമയത്ത് കെ സുദർശൻ ഒരു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അതെടുക്കുക എളുപ്പമായിരുന്നു. ഇനി അതിന്റെ നടപടികളിലേക്ക് നമുക്ക് വരാം. പിന്നീട് ഈ യുവതി മലപ്പുറം SP-ക്ക് പരാതി കൊടുക്കുന്നു. അവിടെ അഡീഷണൽ SP അന്വേഷിക്കുന്നു. ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പരിധിയില്ലാത്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടപെട്ട് ഈ ഫോൺ രേഖകൾ ചോർത്തി ഇവർക്ക് കൈമാറിയെന്ന് തെളിയുന്നു. പിന്നീട് PR നടപടികളിലേക്ക് കടക്കുന്നു. അങ്ങനെ പിന്നീട് രാഹുൽ R. നായർ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നു. വിശദമായി അന്വേഷിച്ചു. എന്നിട്ടും കുറ്റം കണ്ടെത്തിയിട്ടും ഒരൊറ്റ വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടിയിലേക്ക് മാത്രം DGP എത്തി. പക്ഷേ അപ്പോഴും ഒരു നടപടി ഉണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു. അങ്ങനെ നടപടി DGP എടുത്തതിന് പിന്നാലെ ഈ കെ സുദർശൻ DYSP സർക്കാരിന് ഒരു ദയാഹർജി കൊടുക്കുന്നു. ആ ദയാഹർജിയാണ് അരുൺ ഏറെ വിചിത്രം. ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താനത് ഇടപെട്ടത്, അത് എടുത്തത് എന്നുള്ളതാണ്. അതായത് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ സർക്കാരിന് അപേക്ഷ കൊടുക്കുന്നു. ആ സർക്കാരിന് കൊടുത്ത അപേക്ഷ അതുപോലെ സർക്കാർ അംഗീകരിച്ച് കെ സുദർശൻ എന്ന് പറയുന്ന സർക്കാരിന് വലിയ താല്പര്യമുള്ള, ഇന്ന് കോഴിക്കോട്ടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയി പ്രവർത്തിക്കുന്ന കെ സുദർശനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് വകുപ്പ് തല അച്ചടക്ക നടപടി നേരിടേണ്ട, ഏറ്റവും മിനിമം ആ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട
ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു ഡിവൈഎസ്പി ഒരു തട്ടുമില്ലാതെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം. നമ്മുടെ സർക്കാർ ഒരു ക്രിമിനലായ ഡിവൈഎസ്പിയെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ രത്നച്ചുരുക്കം. അരുൺ. താങ്ക് യു. ടി വി പ്രസാദാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ക്രിമിനൽ കുറ്റം ചെയ്തൊരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. താങ്ക് യു ടി വി പ്രസാദ്.